ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് പെരുന്നാൾ വ്ളോഗാണ്. അപ്പം പെരുന്നാളിന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് 1 മണി 2 മണിയൊക്കെ ആകാനായിക്കണേ. കാക്കു പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ മൈലാഞ്ചിട്ട് എങ്ങനെ നേരം പോയി. അപ്പം ഞാൻ കാക്കു വന്നപ്പോൾ എൻ്റെ മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ കാക്കുവിനോട് ഇട്ടുതരാൻ വന്ന് കുറച്ചൊക്കെ കാക്കു ഇട്ടിരുന്നപ്പോൾ. അപ്പം നിച്ചു ഉറങ്ങീനി. കാക്കു വന്നാലും നിച്ചു ഇച്ചിനെ ഞാൻ മൈലാഞ്ചിക്ക് ഇട്ടെടുത്തിക്കാണ്ട് ഉറക്കിയതേനി. പിന്നെ കാക്കു വന്നപ്പം ഓളും നീച്ച്. അപ്പം കാക്കു ഓടുന്നത് ഓളും നോക്കി നിൽക്കുകയാണ്. എത്താ പൊട്ടിച്ച് കാക്കണേ വെച്ചിട്ട്. അപ്പം ഫ്രണ്ട്സ്, കാക്കു പള്ളിക്ക് പോകാൻ നിൽക്കണം. പള്ളിക്ക് പോകാൻ നിന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിപ്പോൾ ചെരുപ്പും പാടെ എടുത്തൊക്കെ ഇടാൻ വിചാരിച്ച് എടുത്ത് നോക്കിയപ്പം രണ്ടൊരു കാല്. അതുകൊണ്ട് ഇപ്പോൾ പെരുന്നാൾക്ക് പുതിയ ചെരുപ്പ് ഇടാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ മാറ്റണം. ഇനിയിപ്പോൾ ഞാൻ കടയൊന്നും തുറക്കൂലല്ലോ അധികം. അപ്പം കാക്കു പള്ളിക്ക് പോകാൻ ഇറങ്ങിക്കണേ. നേരെ ഇരിക്കണേ. ഇപ്പം പള്ളിക്ക് പോയി ഇനി കാക്കും പോവാണ്. ഇപ്പോൾ ഇപ്പച്ചിയൊക്കെ പള്ളിക്കൊക്കെ പോയി വന്ന് അവര് നേരെ ഇങ്ങോട്ട് പോന്നിക്കണേ. ഇപ്പച്ചി അഞ്ചെത്തിയോളുള്ളൂ കേട്ടോ. ഉമ്മമ്മയും ഇമ്മച്ചിയൊന്നും ഇല്ല. ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ ആൾ വേണ്ടേ. അപ്പോൾ ഓല് വന്ന് ചോറ് തിന്നാണ്. ഇപ്പച്ചി തിന്നപ്പോൾ നിച്ചുവിനും വാരി കൊടുത്ത്. നിച്ചാണെങ്കിൽ ഒക്കെ ഓള് പറയണ തന്നെയാണോ ഒക്കെ കോഴിയാണ് വേണ്ടിയത്. അങ്ങനെ ഇപ്പച്ചി ഒക്കൊക്കെ വാരി കൊടുത്ത് എല്ലാവരും ചോറ് തിന്നാണ്. ഇവിടെ നെയ്ച്ചോറും ഇറച്ചി വരട്ടിയതും കോഴിക്കറിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത്. ബിരിയാണി എല്ലാ കൊല്ലം വെക്കണല്ലേ, അങ്ങ് നെയ്ച്ചോറാക്കിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തോളൂ പോകുന്നതിൻ്റെ മുന്നേ. അതിനായിട്ട് ഞങ്ങൾ മാറ്റി നിന്നേ. ഒരു വന്നപ്പോൾ മാറ്റി നിന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓലൊക്കെ പോയാൽ പിന്നെ ഇവിടുത്തെ അമ്മായി കുഞ്ഞാമ്മി ഓലൊക്കെ വന്നില്ല. ഓല് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ വർത്താനത്തിൻ്റെ ഇടയിൽ. പിന്നെ കാക്കുൻ്റെ ചങ്ങായി വന്നാണ്. പിന്നെ ഓലും ചോറൊക്കെ തിന്ന്. ഇപ്പം ഞങ്ങൾ പെരീക്ക് പോവുകയാണ്. ഞങ്ങൾ പോയപ്പോൾ വൈകുന്നേരം അയക്കണം കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ പെരീക്ക് പോയത്. വീടെത്താനായി. അപ്പം ഉമ്മച്ചിക്ക് വിളിച്ചാണ്ട് ഞങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, ഞങ്ങളിപ്പോൾ വീടിൻ്റെ വഴിയിലെത്തിട്ടോ. നോക്കട്ടെ. കാണാം. ഞാൻ പറഞ്ഞിരിക്കുന്നു ഇവിടേക്ക് നിർത്തിക്കണം. ഹലോ, എവിടെ കടന്നോനെ ഉറങ്ങിക്കണോന്ന്. ഹലോ, നോക്കി ഞാൻ പോകണുണ്ട്. റേഞ്ചല്ലേ? വേണ്ട. എത്ര കേക്കില്ലമ്മ? ആയിക്കോട്ടെ, വെച്ചോളി. അതിന് ഞങ്ങൾ പോവാ. ഇതൊപ്പം വിടി. വീഡിയോ പോലെ
എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കണ്ട്. എന്നാലും എങ്ങനെ സത്യം വിചാരിച്ചില്ലേനോ? അപ്പൊ ഫ്രണ്ട്സ് പ്രാങ്ക് ഒക്കെ സക്സസ് ആയി. ബട്ട് ഒരു കുഴപ്പമുണ്ട്, കാക്കു വീഡിയോ ഓണാക്കാതെ കുറേ നേരം പിടിച്ചിരുന്നു. അപ്പൊ വരൂലെന്ന് പറഞ്ഞൊന്നും കിട്ടിയില്ല. പക്ഷെ പ്രാങ്ക് അയക്കണം കേട്ടോ. ഒരപ്പത്തിന് ഇപ്പൊ ചാടിനെ തീറ്റേനി അവിടെ ചെന്ന് പറഞ്ഞ് ഞാൻ വരൂലാന്ന്. ഇപ്പൊ ഞങ്ങൾ വന്നാലെ പോയി പറഞ്ഞ് വന്നിക്കണ് പറഞ്ഞാണ്ട്. അപ്പൊ ഞാൻ നിച്ചുവിന് ഇവിടെ ഡ്രസ്സ് എടുത്തിക്കണേ, ഇച്ചു എടുത്തിക്കണേ. അപ്പം നിച്ചുവിൻ്റെ ഈ ഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. എൻ്റെ ഞാൻ പെടുന്നില്ല കേട്ടോ. ഓൾത് ഇട്ട് കൊടുത്തിട്ട് ഉമ്മാൻ്റെ ഉടിക്ക് പോകണോ ഇതായിക്ക്. അപ്പം അത് ഇട്ട് കൊടുക്കാൻ പോകുകയാണ്. അപ്പം ഇനി ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. യൂട്യൂബിലൊക്കെ വന്നില്ലേ ഇനി കൂടി വരുന്നറിയോ? ഞങ്ങള് ഫ്രൂട്ട് സലാഡ് മതിയായിരുന്നു ഫസ്റ്റ്. പിന്നെ വന്നിട്ട് നൊതായിക്കൊക്കെ പോകണം. അപ്പോൾ വന്നിട്ട് തിന്ന ചോറ് തന്നുണ്ട് ഫ്രൂട്ട് സലാഡ് തിന്നാണ്. അപ്പം നിച്ചുവിനും ഓളെ പ്ലേറ്റിലൊക്കെ ഒറ്റയ്ക്ക് വേണം. പ്ലേറ്റിലവിടെ വെച്ചെടുത്താണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പച്ചി ആടിനെ തീറ്റാൻ പോയിക്കണം. അപ്പോൾ കാക്കാണ് ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് പോയി വെക്കാറിന്. നിച്ചുക്കുട്ടിനെയും കൊണ്ട് കാക്കും ഞാനും പാടെ പോയി. ഞാൻ ഡ്രസ്സ് മാറ്റിനി കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നില്ല. വേറെ വിഷയം, പൊതുവേ ഞാൻ പോലൊന്നുമില്ല കേട്ടോ. ഓല കൊണ്ടുപോലെ കുട്ടീനെ ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് ആടിനെ തീറ്റാൻ പോകുമ്പം അതിനാണ് കൊണ്ടുപോകല്. ഇപ്പച്ചി മുകളിലാണ്. ഉമ്മച്ചി ഞാൻ മാക്സി രണ്ടാഴ്ചൻ്റെ മാക്സി ഒക്കെ എടുത്ത് കത്തിച്ചിരിക്കണം. അപ്പം ഞാൻ ചെന്നപ്പോൾ നേരെ പോയി ഉമ്മമാൻ്റെ മാക്സി എടുത്തിട്ട് തോട് അയിലെങ്ങനെ വന്ന അയില അങ്ങോട്ട് പോവും. കൊതുകേ ആടുണ്ടോ? കുത്തനാടാ, കൊമ്പില്ല ഏതായാലും. ഓക്ക് പേടിയൊന്നുമില്ല. ആടെ ചോട്ടു ശമ്പളം വെച്ചുണ്ടാവുണ്ട്. ഞങ്ങള് വരൂലാന്ന് വിളിച്ചില്ലേനു. വരൂല പറഞ്ഞിട്ടില്ലേനോല്. ഞാൻ വിചാരിച്ചു അമ്മച്ചിക്കേ അവിടെ വജ്ജില്ലേ നമ്മളെ മൈക്കാട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ വരൂലാന്ന് വിളിച്ച്. നിങ്ങൾക്ക് കൊണ്ടു തരാണല്ല. നിങ്ങൾക്ക് മറ്റേ കുപ്പായും തുണി എടുത്താൽ മതിനി. ഞാൻ ചളിയാക്കല്ലേ.
വേണ്ട കുത്തതേ. ആ പച്ചീനെ എത്ര വട്ടം തള്ളിയിട്ടിക്കണ അറിയോ? പച്ചീനെ പഠിപ്പിച്ചോടത്തെ അത് ചെറുതായപ്പം. അവിടെ വരെ എത്തുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇങ്ങോട്ട് മാറിയിട്ടാ കുത്തിയ. അതിനേതായാലും അതിന് കൊമ്പില്ല, പക്ഷെ കുത്തും. കൊമ്പും കൂടി ഉണ്ടെങ്കിൽ ശരി. ഒന്നും അതിന് കൊമ്പുണ്ട്. ഇത് പെണ്ണാ, അതൊന്നും എത്തും കാട്ടൂല. എല്ലാത്തിനും കൊമ്പുണ്ടാവും, ഇതിന് കൊമ്പില്ല. അതാക്കണ അവിടെ ഒന്ന്. ആ അതിന് കൊമ്പില്ലപ്പാ. അത് ഇപ്പൊ വാങ്ങിയ എന്നാലും വാങ്ങിയേ. പശുക്കുട്ടിന്റെ വലിപ്പല്ലേ ആടിനെ കണ്ടത്? വേണ്ട ഇങ്ങോട്ട് നളിപ്പാ. ഇപ്പച്ചി 5:30 ആടിനെ കൂട്ടിക്കയറ്റാനുണ്ട്. അപ്പോത്തിന് ഞങ്ങൾ പോന്നിട്ടോ. ആടുകൾ വരുമ്പോൾ ഇടങ്ങറി. അപ്പൊ ഇതാണ് ഇമ്മച്ചിക്ക് ഇപ്പച്ചി വാങ്ങിക്കൊടുത്ത കുപ്പായം. ഒരു ഫോട്ടോ എടുക്കാൻ പെടുന്നപ്പോ ആടാണ് അടങ്ങി നിക്കണില്ല. നിച്ചു ഈ കുപ്പായൊക്കെ ഇട്ട് കാണുമ്പോ നിച്ചു വലിയ കുട്ടിയായി. പിന്നെ നമ്മളെ മുന്നിൽ മാങ്ങ ഉണ്ടേനി എന്നുവെച്ചാൽ പച്ചാതെ വെച്ചത് കേട്ടോ. ആ കാക്ക ഞങ്ങൾ ഒതായിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഓട്ടോറിക്ഷയും മുന്നിൽ പോയി കുട്ടീനെ ഒരു കയറ്റിക്കണം കേട്ടോ. കുട്ടി ചാറ്റൊക്കെ തരുന്നുണ്ട്. ഞങ്ങൾ ബാക്കിൽ പോന്ന്. അപ്പോൾ ഒരു പോയ ഇടയിൽ കാക്ക ആ മാങ്ങ പറിച്ച് പിന്നെ ആ മാങ്ങ കാട്ടിക്കൊടുക്കാൻ വേണ്ടി ആക്കം പോലെ പോയതാട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഉമ്മമ്മാൻ്റെ ആങ്ങളുണ്ട് അങ്ങോട്ടാട്ട് പോയത്. ഇപ്പോൾ അവിടെ എത്തി. ഞങ്ങളിനി ഫസ്റ്റ് എത്തി. അപ്പം ഞങ്ങൾ ഓല എത്തിയിട്ടില്ലല്ലോ വിചാരിച്ചാക്കം പോലെ പോകുകയാണ്. പിന്നെ ഓല് വന്ന് ഇപ്പം ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇനി ഒതായിക്ക് പോവുകയാണ് ഉമ്മാൻ്റെ കൂടിക്ക്. അവിടെ പാലത്ത് മാങ്ങ ലയിച്ച് നല്ല രസം കാണാൻ. അപ്പം അതൊന്ന് വീട്ടിയെടുത്തതാട്ടോ. ഇപ്പോഴും ഞങ്ങൾ തന്നെ ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഒതായിലെത്തി. അപ്പം അവിടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു കുത്തിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പെരിയിലെത്തിയപ്പം പിന്നെ എല്ലാവരും ചോറിന്ന് കിടക്കാലോ വിചാരിച്ചു. എല്ലാവർക്കും ഉറക്കം വന്ന് മാലയിക്കണം. ഇവിടെ ബിരിയാണിയും ബീഫ് കൊണ്ടാട്ടും ചിക്കൻ കൊണ്ടാട്ടും അങ്ങനെ ഒക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലെ ആയി ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കുകയാണ്. ഇപ്പച്ചി അനൂൻ്റെയൊക്കെ സൈക്കിളുണ്ട്, അതിന്മേൽ നിച്ചുവിനെ ഇരുത്തി കളിപ്പിച്ചാണ്. നിച്ചുവിനാണെങ്കിൽ അതിമൊന്ന് പോലും വേണ്ട. ഒക്കെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൊടുത്താൽ പിന്നെ എന്നാൽ ബെല്ലടിച്ചനൊക്കെ കാട്ടിക്കൊടുത്തിക്കണം ഇപ്പച്ചി. അയിമാരല്ല പോണേ ഇപ്പ അതവിടെ വടി പിടിച്ചു. അങ്ങനെ മറ്റേ ചെറുതെടുത്താതി മേലത്തത് മേലത്തതോ ഇപ്പൊ കിട്ടും. വണ്ടി എടുക്കാനല്ലേ പറയണേ. ഇല്ല അകത്തോ മേരിയോടുക്ക് പോട്ടോ. എന്താ കുറ്റ ആ ഇപ്പ ഇത് കണ്ണിവല്ലാതെ ഉറപ്പില്ല. അത് ഉറപ്പാണ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.